സീക്രട്ട് ആരെന്ന് ചോദിച്ചാൽ റെനി, ജെറിച്ചായൻ, ഞാൻ, നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കയ്പും വിദ്വേഷവും പകയും എല്ലാം ഉണ്ടെങ്കിൽ പിശാച് ചെയ്യുന്നൊരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കുക ചെയ്യുന്നത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ വിദ്വേഷം കയ്പുണ്ട്, നിങ്ങൾ തമ്മിൽ ഒടുങ്ങിപ്പോകും എന്നാ പറയുന്നത്. പിശാചിൻ്റെ വലിയൊരു തന്ത്രം. എന്നാൽ നമുക്കൊന്നും ആരോടും വിദ്വേഷമില്ല, നമ്മൾ സ്നേഹത്തിൽ നിറഞ്ഞു നിന്നാൽ നമ്മൾ ആക്രമിക്കുന്നത് പിശാചിനെ എല്ലാവരും കൂടെ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമുക്ക് കയ്പും വിദ്വേഷം തന്നാൽ പിശാചി നമ്മളെ ആക്രമിച്ച് നമ്മളെ കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കൊല്ലിക്കും. എന്നാൽ നമ്മൾ സ്നേഹത്തിൽ അന്യോന്യം സ്നേഹിക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് നമ്മൾ പിശാചിനെ ആക്രമിച്ച് കീഴടക്കുക. അതാ അതിന്റെ സീക്രട്ട്. പിശാച് വാസ്തവത്തിൽ ഒരു സഭയെ, ഒരു കുടുംബത്തെ, ഒരു സമൂഹത്തെ ആക്രമിക്കുമ്പോൾ പിശാച് ഇങ്ങനെ പല്ലും കൊണ്ട് വന്ന് ആക്രമിക്കുകയില്ല. അന്യോന്യം പകയും വിദ്വേഷവും കയ്പും കുറ്റപ്പെടുത്തലും എല്ലാം ഇട്ട് സ്നേഹമില്ലാതെ ഫ്രിക്ഷൻ ഇട്ട് പോരാടി അവരുടെ ആരോഗ്യത്തെയും സന്തോഷത്തെയും സമാധാനത്തെയും എല്ലാം മറത്തുമുടിച്ച് മോശിക്കും. അപ്പോൾ പിശാച് ആക്രമിക്കാൻ ഒരു ഉപയോഗിക്കുന്ന ഒരു ബേസ് ആയിട്ട് നമ്മുടെ ചിന്താമണ്ഡലത്തെ, ഹൃദയത്തെ നമ്മൾ കൊടുക്കരുത്. അതിപ്പോൾ എനിക്ക് പോലും ആ ടെംപ്റ്റേഷൻ വരും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം കുറച്ചു മുമ്പേ ഉണ്ടായ ഒരു സംഭവത്തിൽ എനിക്കൊരു നമ്മുടെ സഭയിലൊന്നും ഉള്ളൊരു വ്യക്തിയല്ല, ബഹ്റിനിലുള്ള ഒരു വ്യക്തിയാണ്. വ്യക്തി പറഞ്ഞ ചില കാര്യങ്ങൾ, എന്നെ പരാമർശിക്കുന്നതുമായ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് ഞാൻ കേട്ടപ്പം, അത് സഭയിലുള്ള ഒരാളോട് പറഞ്ഞു എന്ന് കേട്ടപ്പം വേറൊരാളോട് പറഞ്ഞിരിക്കുമെന്ന് എൻ്റെ മനസ്സ് തോന്നുന്നു. എനിക്കൊരു ഇത് തോന്നി. അപ്പം എൻ്റെ മനസ്സിൽ തോന്നുന്നു, ഉരുളയ്ക്ക് ഉപ്പേരി പോലെ രണ്ട് കാര്യങ്ങൾ പറയണം. ഈ പറയുന്ന വ്യക്തിയെ ഒന്ന് എൻകൗണ്ടർ ചെയ്യണം, നമ്മുടെ ചർച്ചയിലുള്ള ആളുകൾ എന്ന് തോന്നുന്നു. അപ്പം അതെൻ്റെ മനസ്സിനൊരു സമ്മർദ്ദം വരുന്നത്. അപ്പം ഞാൻ എന്നാ ചെയ്തു, ഞാൻ അപ്പോഴാണ് കർത്താവ് എന്നോട് പറഞ്ഞത്, എൻ്റെ മനസ്സിൽ പോലെ പ്രതികാരം യഹോവയ്ക്കുള്ളൂ. നീ പറയാൻ ഉദ്ദേശിക്കുന്ന അതുപോലെ ഒരു പ്രതികാരം ഏതാ? അത് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു പ്രതികാരം ഉണ്ട്. നീ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഈ കേട്ട കാര്യങ്ങളിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നിനക്കറിയത്തില്ല. ഇതെന്ന് പറഞ്ഞാണെന്നറിയില്ല. ഈയിടയ്ക്ക് വല്ലതും പറഞ്ഞാണോ, ചിലപ്പോൾ 1.5 വർഷം മുമ്പ് പറഞ്ഞാണോ, ഇപ്പോഴ് നമ്മളോട് ഇതുണ്ടായപ്പോൾ നമ്മളെ ഓർമ്മിച്ചാണോ ഇന്നയാളിങ്ങനെ പറഞ്ഞെന്ന് പോലും എനിക്ക് അറിയത്തില്ല. അപ്പം ഇയാൾ വേറെ ചിലരെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ പിശാച് ഓർമ്മിപ്പിച്ചു. ഈ പറഞ്ഞ വ്യക്തിയെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു. അപ്പം എൻ്റെ മനസ്സെന്നാണെന്നറിയാമോ, നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഓർമ്മിപ്പിക്കണം, ഇവരെ ഓർമ്മിപ്പിക്കണം. അപ്പോൾ ഒരു നല്ല പ്രതികാരമാവുമല്ലോ. ഏതാ? അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട്. ഇന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇത് നിന്റെ അഭിഷേകം കുറയ്ക്കുന്ന സംഭവമാണ്. നീ ആത്മീയുദ്ധത്തിൽ ഇവിടെ പരാജയപ്പെടും. നീ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. എങ്ങനെ ഒരു നന്മ അവർക്ക് ചെയ്യാമെന്ന് നോക്ക്. നീ ഒരു ക്രിസ്ത്യാനി പെരുമാറുന്നത് പോലെ പെരുമാറും എന്ന് ആത്മാവ് എന്നോട് പറയുക. നീ ആത്മീയുദ്ധത്തിൽ തോക്കരുത്. അപ്പോൾ ഞാൻ ആത്മീയുദ്ധത്തിൽ പോരാടിക്കൊണ്ടതിലൂടെ എന്നാണ് എൻ്റെ മനസ്സിൽ. കർത്താവിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. പോരാടിക്കൊണ്ടാണ് ഞാൻ നടന്നത്. എന്നാൽ ഞാനൊരു തീരുമാനം എടുത്ത്, ഞാൻ കമാന്നൊരു അക്ഷരം എടുത്തിട്ടുണ്ട്. ആ വ്യക്തിയെയും ആ കുടുംബത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ആ വ്യക്തി മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞത് ഞാൻ അങ്ങോട്ട് പറയത്തില്ല. എന്നെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് പറയിച്ച വ്യക്തികളും പറയത്തില്ല. ഇതെന്നാ പറഞ്ഞതുപോലും ഞാൻ ചോദിക്കത്തില്ല. ആത്മയുദ്ധത്തിൽ ഞാൻ ജയിച്ചാൽ ഭൗതിക തലത്തിലും എനിക്ക് വലിയ ജയമുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവരെന്നെ കുറിച്ച് പറഞ്ഞ വാക്കുകളൊക്കെ വിഴുങ്ങേണ്ടി വരും, അല്ലെങ്കിൽ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. നിനക്കെതിരായി പൊങ്ങുന്ന നാവുകളെയൊക്കെ നീ ന്യായവിസ്താരത്തിൽ കുറ്റം വിധിക്കും. അത് യഹോവയുടെ ദാസന്മാരുടെ അവകാശം എന്നാ പറയുന്നത്. അവകാശമാണ്, നമ്മുടെ അവകാശം. നമുക്കെതിരായിട്ട് പറഞ്ഞവരെല്ലാം ലജ്ജിച്ച് തല താഴ്ത്തി പുറകോട്ട് പോകണമെന്നുള്ളത് കറക്റ്റായിട്ട് ആത്മീയുദ്ധം ചെയ്യുന്നവരുടെ അവകാശമാണ്. അങ്ങനെ വലിയൊരു അവകാശം. നമ്മൾ യുദ്ധം ചെയ്യാൻ പോയാലും കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യത്തില്ല. അപ്പം ഈ മർമ്മം മനസ്സിലാക്കണം, തീർച്ചയായും മനസ്സിലാക്കണം. ആത്മീയുദ്ധത്തിൽ നമ്മൾ ജയിക്കണം. കാരണം പിശാച് ഭയങ്കരമായിട്ട് പ്രേരിപ്പിക്കുന്നു. ഫോഷത്വമായി ഇവരിങ്ങനെ പറഞ്ഞു, എന്നെക്കുറിച്ച് മാത്രമല്ല നിങ്ങളെക്കുറിച്ചും ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അത് മാത്രമല്ല, അവരെ കൺഫ്യൂഷൻ ഉണ്ടാക്കും, അവരെ തമ്മിൽ തല്ലിക്ക് ചെയ്യാം. പറഞ്ഞത് ഞാൻ അറിഞ്ഞത്. പക്ഷെ കഥ പറഞ്ഞു, യു ഷുഡ് നോട്ട് ഡു ദാറ്റ്. നീ അത് ചെയ്യരുത്.
ഏതാ? നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യാവൂ. അപ്പോൾ ഞാൻ ആത്മീയത്വം ജയിക്കാൻ തക്കവണ്ണം തീരുമാനിച്ചു. അപ്പോൾ പറഞ്ഞപ്പോഴും ആത്മീയത്തെ കുറിച്ച് പറഞ്ഞു. ഇപ്പം മനസ്സിലായി ഒരു ദൈവമായ എങ്ങനെ വരുവാണ്. പക്ഷെ നമുക്കൊരു ഭയങ്കര പ്രേരണ വരും. എന്തെങ്കിലും പറയട്ടെ തള്ളു പിശാച് നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ഭയങ്കര പ്രഷർ എടുത്ത് നമ്മളെ തള്ളും. അപ്പം നമ്മൾ അതിനകത്ത് വീണ് പോകരുത്. കാരണം നമുക്ക് വലിയൊരു ജയമാണ്. വിജയം നമ്മളെല്ലാം ജയിക്കുന്നവരാണ്. സിംഹത്തെയും കരടിയെയും ഗോലിയാത്തിനെയും എല്ലാം വരുന്ന ആളുകളെ നമ്മളെ തോൽപ്പിക്കണം. ഇന്ന് നമ്മളെ ചിലപ്പോൾ തെറ്റിദ്ധരിക്കുകയോ പുറകിൽ എന്തൊക്കെ പറയുകയോ ചെയ്താൽ അതെല്ലാം മാറും. വരുന്ന ആളുകളിലുള്ള ഭയങ്കരമായ ആത്മീയ യുദ്ധങ്ങൾ നമ്മൾ ജയിച്ച് ഉറച്ചു നിൽക്കും. അവനങ്ങനെ വിശ്വസിക്കുന്നു. ഇത് ഉറച്ച് ജിമ്മങ്ങനെ വിശ്വസിക്കുന്നു. അപ്പോൾ പതറരുത് ഒരു സാഹചര്യത്തിൽ. പിന്നെ സാറിന് ആൾക്കാർ ചെയ്യുന്ന പോലെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ചെയ്യരുത്. നമ്മളെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ അത് എനിക്ക് പോലും ആ പ്രേരണ സമ്മർദ്ദം പിശാച് ഭയങ്കരമായിട്ട് തരിക. അപ്പോൾ ഞാൻ ആ വ്യക്തിയെ അറിയാവുന്ന ഒരാളോട് ഇങ്ങനെ ഒന്ന് രണ്ട് വാക്ക് പറയണമെന്ന് എനിക്ക് തോന്നുന്നു. ഈ വ്യക്തിയെ ഒന്ന് കണ്ടിട്ടേ കാര്യമുള്ളൂ, എനിക്ക് 4 വർത്തമാനം പറയാനുണ്ട് എന്ന് പറയണമെന്ന് എൻ്റെ ഉള്ളിൽ പിശാച് ഇങ്ങനെ പ്രേരണ തരിക. എന്ന് ഇച്ചിരൂടെ മുന്നോട്ട് പോയപ്പോൾ പരിശുദ്ധാത്മാ നിന്നോട് കുറേ പറഞ്ഞ് തള്ളുന്നത് പിശാച. നീ അത് അനുവദിക്കരുത് എന്ന് പറയാം. നമ്മൾ പലപ്പോഴും നമ്മൾ തന്നെ ഒത്തിരി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ ഈ ആത്മീയ യുദ്ധത്തിൽ പിശാച് കൊണ്ട് ഭയങ്കരമായിട്ട് നമ്മളെ കൊണ്ട് നമ്മളെ പരാജയപ്പെടുത്തും. ശരിയല്ലേ? നമ്മൾ ആരാനിക്കൊക്കെ വന്ന് കൈയടിച്ചു പോയിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് നമ്മൾ പരാജയപ്പെടുത്തും. സ്വത്രം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ സ്വത്രം എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചാൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ കർത്താവിന് സ്വത്രം. കർത്താവേ ജെറിബറിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ജെറിബറിന് നേരെ കരം നീട്ടി പ്രാർത്ഥിച്ചാണ്. കർത്താവേ ജെറിബറിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ റെനിക്കായിട്ട് സ്വത്രം. കർത്താവേ റെനിയുടെ രോഗമെല്ലാം മാറണം. നിന്റെ മകന്റെ അമേരിക്ക യാത്രയ്ക്കുള്ള മുഖാന്തരങ്ങളെ കാര്യങ്ങൾ ക്രമീകരിക്കണം. നിന്റെ മകൻ നാട്ടിലുള്ള മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു. നിന്റെ മകൻ അനേക ആത്മീയ യുദ്ധങ്ങൾ ജയിക്കുവാനുണ്ട്. അല്ലെങ്കിൽ സിംഹത്തെയും കരടിയെയും തോൽപ്പിച്ച ദാവീദാണ് ഗോലിയാത്തിനെ തോൽപ്പിച്ചത്. ആയിരക്കണക്കിന് ഫിലിസ്തീനെ തോൽപ്പിച്ചത്. കർത്താവേ അലേലിയ സിംഹത്തെയും കരടിയെയും തന്റെ അപ്പന് വേണ്ടി അലേലിയ അപ്പന്റെ ഭവനത്തിലെ ആളുകൾക്ക് വേണ്ടിയായിരുന്നു. അത് അലേലിയ പേഴ്സണൽ യുദ്ധമായിരുന്നു. കർത്താവെ ഞങ്ങളുടെ ആലേലിയ ചിന്താമണ്ഡലത്തിൽ ഒരു പേഴ്സണൽ യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ ഞങ്ങൾ ജയിക്കണം. കർത്താവെ കൺമോഹം ജഡമോഹം ജീവനത്തിന്റെ പ്രതാപം ഇതെല്ലാം ഞങ്ങൾ ജയിക്കണം. കർത്താവെ നിന്റെ മകനെ ഞങ്ങൾ ഒന്നിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ വിടുതൽ ഉണ്ടാകട്ടെ. ഈ ദിവസങ്ങളിൽ ജയം ഉണ്ടാകട്ടെ. കർത്താവെ ജയമോഹനം നൽകണം. കർത്താവെ അവിടുന്ന് ജയാളിയാണ്. പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നു, ജയഗീതം പാടിടുവാൻ നിൻ ജയം നീ എനിക്ക് ജയഗീതം പാടുവാൻ ഇടയാക്കണം. ഇന്ന് രാത്രി ഞങ്ങൾ വന്നത് എല്ലാം മാറണം. കർത്താവിന് ആത്മാവിന്റെ ചിന്തകളെ നിയന്ത്രിക്കണം. എന്റെ വിചാര വികാരങ്ങളെ നിയന്ത്രിക്കണം. എന്റെ മനോഭാവങ്ങളെ നിയന്ത്രിക്കണം. ആത്മശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണം. സന്തോഷത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജോബിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജോലി ആവശ്യമുള്ള സഹോദരി സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കാം.